അപ്പം മാ എന്ന സംഘടനയുടെ ഒരു ജനറൽ ബോഡിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വലിയ സന്തോഷം. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കില്ല. കാര്യം ഞങ്ങളെല്ലാവരും ഓരോ വഴിക്കല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ വലിയ സന്തോഷം. ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്ത ആളുകൾ, വർഷങ്ങളോളം റൂമിൽ ഒരുമിച്ച് കിടന്നുറങ്ങിയ ആളുകൾ, എല്ലാവരും കൂടെ വീണ്ടും വീണ്ടും കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഓക്കെ, സംഘടനയിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ത് കാര്യമായിരിക്കും? അതന്നെ, മിമിക്രി. ഈ സംഘടനയിലേക്ക് വരുമ്പോൾ മിമിക്രിയിലൂടെ എന്തെങ്കിലും ജീവിക്കാൻ പറ്റുമോ, പണി ഇത് മാത്രം മതി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കൂട്ടായ്മയിലെത്തുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. ചേട്ടൻ ആദ്യം ഇതിലേക്ക് വരുമ്പോ, ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ശബ്ദാനുകരണമായിരുന്നു അതോ സ്കിറ്റ് ആയിരുന്നു? ശബ്ദാനുകരണമായിരുന്നു. ഒരെണ്ണം ഞങ്ങൾക്ക് അയ്യോ, ചെറുതായിട്ട് റസബാബയുടെ ശബ്ദം. എൻ്റെ പപ്പയെ നടുറോട്ടിലിട്ട് പട്ടിയെ പോലെ തള്ളിയിട്ടാ അവന്മാർ ഇങ്ങോട്ട് വന്നത്. പണ്ട് പാർട്ടി ഓഫീസിൻ്റെ പിന്നിൽ നിന്ന് പീടിയും തീപ്പെട്ടി മേടിച്ചിരുന്ന കുടിയും ചാക്കോടമൊക്കെ ദിവാകരനല്ല ഞാൻ. ഇനി പാർട്ടി കാര്യം പറഞ്ഞ ആരെങ്കിലും മാഹി പറഞ്ഞ് നിൽക്കരുവെന്ന പോലീസ് കണ്ടെത്തൽ കൂടെ ആയതുകൊണ്ടെടുത്ത് ഒട്ടിക്കും ഞാൻ. വളരെ സന്തോഷം ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ് പെട്ടെന്ന് ഇങ്ങനെ പോവല്ലേ, ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം ചേട്ടാ, മാട് പ്രോഗ്രാമിലേക്ക് 1 വർഷത്തിന് ശേഷം എല്ലാരെയും കണ്ടുമുട്ടാൻ പോവാണ്. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം മാത്രം. വർഷത്തിലൊരിക്കലും നമ്മുടെ സഹപ്രവർത്തകരെ നേരിൽ കാണുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു സംഭവമാണ്. അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള അസോസിയേഷന്റെ ഭാഗമാകുമ്പോൾ ഉള്ള ഒരു ഓർമ്മ എന്തായിരുന്നു? ആദ്യം ഈ മായില ഓർമ്മയെന്ന് പറഞ്ഞാൽ അന്ന് സത്യം പറയാമെങ്കിൽ ഇതിൻ്റെ ഒരു ആശയം ഇടുന്നത്, ഇങ്ങനെ മിമിക്രിക്കാർക്ക് ഒരു സംഘടന വേണമെന്നുള്ളൊരു ആശയം ഇടുന്നത് യൂറോപ്പിൽ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ മണിച്ചേട്ടനാണ് ആദ്യമായിട്ട്. അന്ന് ആ ട്രിപ്പിൽ മണിച്ചേട്ടനുണ്ട്, നമ്മുടെ സാജു കുടിയുണ്ട്, മാർട്ടിനുണ്ട്, ജാഫർ ഇടിക്കുന്നുണ്ട്, നാഷിക്കൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മണിച്ചേട്ടനും ജാഫറും സാജുവും നമ്മുടെ മാർട്ടിനും കൂടി ഇരിക്കുന്ന സമയത്താണ് ഇവിടെ മണിച്ചേട്ടനാണ് പറയുന്നത്, എടാ നമുക്കൊരു സംഘടന, നമുക്കെന്താ പറയുക, നമുക്കൊരു നിങ്ങളൊരു സംഘടന ഉണ്ടാക്കടാ, ഞാനുണ്ടാ ഹെൽപ്പിന്. അന്ന് അദ്ദേഹം വല്ല സിനിമയിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മിമിക്രിക്കാർക്ക് ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവമൊന്നും ആവശ്യമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, എടാ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കടാ, ഞാനുണ്ടാ എന്ന് പറഞ്ഞു. അതായിരുന്നു ആദ്യത്തെ ഒരു ആശയം. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ടിനി ടോം വിളിച്ചിട്ട് പറഞ്ഞത്, യൂസഫ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞേ ഉള്ളൂ, 2 മാസത്തിന് മുമ്പ് പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അവരത് ടിനിയുടെ നേതൃത്വം, സത്യം പറഞ്ഞ ടിനിയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ട് ശരിക്കും ചെയ്ത് ഓരോ പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അന്ന് മിമിക്രിക്കാർക്ക് ഒരു സംഘടന എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, മിമിക്രിക്കാർക്ക് എല്ലാവർക്കും സന്തോഷം. ആ ഒരു സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഒരിക്കലും നമ്മളൊരു സംഘടിക്കുമെന്ന് തോന്നുന്ന ഒരു അങ്ങനെ ഒരു ആയിരുന്നില്ല. അവരവരവരൊരു പലരും പലരുടെ വഴിക്ക് മടക്കുന്നതാണ്. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ചു കൂട്ടി ഇപ്പം മിമിക്രിക്കാർക്ക് എന്ത് സംഭവിച്ചാലും മിമിക്രി ആർട്ടിസ്റ്റ് സംഘടന ഉണ്ട്, നമ്മൾക്കൊരു നാഥനുണ്ട് എന്നുള്ളൊരു തോന്നലായി വരുന്നു. അതെ അതെ. ഈ അവസരത്തിൽ മണിച്ചേട്ടനെ എപ്പോഴും നമ്മൾ ഓർക്കും. അതെ. അതല്ലാതെ വേറൊരാളെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ അത് ആരായിരിക്കും? സത്യത്തിൽ മണിച്ചേട്ടനാണ് നമുക്ക് ഓർമ്മ. ഈ മിമിക്രി ആർട്ട് സംഘടന എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലൊരു മണിച്ചേട്ടനാണ്. പിന്നീട് വന്നവരെല്ലാം അതിന് ശേഷമുള്ള ആൾക്കാരാണ്. മണിച്ചേട്ടൻ തന്നെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉത്സാഹ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നാദർഷിക്കുണ്ട്, ഷാജോനുണ്ട്, അവരൊക്കെ ആക്റ്റീവാണ്. ഷാജോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി എന്താ പറയാ, അവനിപ്പോ നല്ലൊരു പൊസിഷനിൽ വലിയൊരു നടനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും 24 മണിക്കൂറും മായ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഐറ്റം പെട്ടെന്ന് ഇറക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഐറ്റം പെട്ടെന്ന് ഇറക്കാൻ പറ്റിയ ഞാൻ ഐറ്റം ഇറക്കാൻ പോയി ഞാൻ രക്ഷപ്പെട്ടു പോയനെ. പെട്ടെന്നൊന്നും എനിക്ക് കിട്ടത്തില്ല ഐറ്റം. ഒന്നുമില്ല, നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റാണ്, സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്റെ അമ്മ എന്താ കുട്ടി ഇങ്ങനെ പറയണേ? ഔ സന്തോഷമായോ? പോയിക്കോട്ടെ, എനിക്ക് താമസിച്ചു പോയി. താങ്ക് യു. നമസ്കാരം. ഞാൻ ബൈജു ചേട്ടനെ കണ്ടിരുന്നു. ഇത് ബാബു ചേട്ടൻ. ഞാൻ ബാബു ജോസ്. അതെ, നിങ്ങളെ തമ്മിൽ ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ എവിടെയാണ് ചെന്ന് കഴിഞ്ഞാൽ ഇത് ബൈജു ജോസ് ആണോ ബാബു ജോസ് ആണോ എന്ന സംശയം ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത്രയും ജനങ്ങളുള്ളിൽ ചെന്നിട്ട് നിങ്ങളുടെ ഒരു ബോണ്ടിങ് ആണെന്ന് തോന്നി ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ചേട്ടാ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ട്സ് എന്താണ്? പുതിയത് ഒരു സിനിമയ്ക്ക് ഒരു ഡയറക്റ്റ് താടി വളർത്താൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇപ്പം എൻ്റെ 2 ആഴ്ചക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങി, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. സണ്ണി വേനും സൈജു കുറുപ്പ്. ഓക്കെ. അപ്പം ഇനി ഇപ്പം അടുത്തത് ഞാനും
ബൈജു ജോസും കൂടി വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചിട്ടുണ്ട്. അടുത്തൊരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവത്തിൽ അങ്ങനെ പോകുന്നു. വീണ്ടും ചരിത്രം ആവർത്തിക്കാൻ പോകണമെന്നുള്ളതാണ് എന്നാ വേണേ പറയാം. പിന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി ഞങ്ങൾ പുറത്തു വിടുന്നത് അധികം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതൊന്നും പറയാൻ വേണ്ട. അല്ല, ഇത് വേറെ ഒന്നല്ല, സിനിമയാണ്, നടക്കാതിരിക്കുക. എങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. അത് എപ്പോ വേറെ ഒന്നല്ല, ഇത് വേറെ ഇപ്പൊ കൊറോണയൊക്കെ കാലഘട്ടം വന്നപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് കുറവായിരുന്നു. പിന്നെ അവന്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. പലപ്പോഴും പല സംഘാടകർക്കും നിങ്ങൾ ഒരുമിച്ച് വന്ന അത്രയും അന്ന് ഒരാൾ വരുമോന്നൊക്കെ ചോദിച്ചാൽ അവനോട് എന്നോടും ചോദിക്കും. അപ്പൊ ഞങ്ങൾ തന്നെ അഡ്ജസ്റ്റ്മെന്റില്ലാതെ നീ പോയിക്കോടാ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എനിവേ ഞങ്ങളിപ്പോ ഈ പ്രോഗ്രാമും ഉദ്ഘാടനവും കാര്യങ്ങളും സിനിമയൊക്കെ ആയിട്ട് അവനും ഞാനും ഒക്കെ അങ്ങനെ തന്നെ നീങ്ങുന്നുണ്ട്. പണ്ടത്തെ ഒരു ഇൻഡസ്ട്രി അല്ല ഇപ്പൊ ഉള്ളത്. ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലതായിട്ട് ഇപ്പൊ തോന്നുന്നത് എന്താണ്? നല്ലതായിട്ട് തോന്നുന്നത് മനസ്സിലായില്ല. ഏറ്റവും നല്ലത് ഈ മാറ്റം വന്നത് നന്നായി. അല്ല, ഈ മാറ്റം വന്നത് ഇപ്പൊ ഞങ്ങള് അതങ്ങനെ ഏത് കാലഘട്ടത്തുമ്പോ വയസ്സാകാൻ നേരത്ത് നമ്മളുടെ ആർജവമൊക്കെ കുറയില്ല, പുതിയ ആൾക്കാർ വരും. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലാതെ പണ്ടത്തെ ഇൻഡസ്ട്രി അല്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം. പിന്നെ എനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു സംഭവം ഓക്കെയാണ്. നമ്മളൊക്കെ പണ്ട് ഈ കോമഡി കസിൻ, രസികരാജൻ, നമ്പർ 1 ഇങ്ങനെയുള്ള ഹൈലൈറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതൊന്നും ചാനലിൽ മാത്രമേ കാണുള്ളൂ ആൾക്കാർ. പക്ഷേ സോഷ്യൽ മീഡിയ അല്ല മൊബൈലിലൂടെ ഇപ്പോൾ പലപ്പോഴും ഞാൻ വരെ പല പ്രോഗ്രാമുകളും കാണുന്നത് മൊബൈലിലൂടെയാണ്. പക്ഷെ അന്ന് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് എന്തായാലും ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കര ഒരു ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ അമേരിക്കയിൽ പോകുന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ്. ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു സിംഗർ, അടുക്കളയിൽ നിന്ന് പാട്ട് പാടിയ രാജഹംസമേ എന്ന് പാട്ട് പാടിയ സിംഗർ ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവമാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന സിംഗറുകളും ഇങ്ങനെ വരുന്ന ഒരുപാട് ഒരു സംഭവം വരുന്നവരൊക്കെ നിലനിൽക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മള് ഐഡിയ സ്റ്റാർ സിംഗർ അന്ന് വരുമ്പോൾ ഒരു നജീം ഹർഷാദിനെയാണ് ഞങ്ങളെല്ലാം പ്രോഗ്രാം, എത്രയോ ഗായകർ വന്നു പോയിട്ടുണ്ട്. ഒരു എന്താണ് അരുൺ ഗോപൻ, ദുർഗ വിശ്വനാഥ്, അമൃത സുരേഷ്, ഈ പറയുന്ന നജീം ഹർഷാദ്, അതല്ലാതെ 100 കണക്കിന് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. പക്ഷെ അവരാരും ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീൻസ് ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഈ ജീവിതാനുഭവത്തിന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതൊക്കെ ഒരു സമയമാണ്, ലക്കാണ്, ഭാഗ്യമാണ്. ഇത് വരേണ്ടതും വരുന്നവർക്ക്. ചിലവർ തലകുത്തി നിന്നും അറിഞ്ഞിട്ട് പോലും ഒന്നും ആകാൻ പറ്റില്ല. ചിലവർ ഒന്നുമില്ലാതെ വലിയ സംഭവം. ഞങ്ങൾ തന്നെ രസികരാജയിൽ ജഡ്ജായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ വിലയിരുത്തലുണ്ടല്ലോ, ഇവൻ ഇങ്ങനെ ആകും, ഇവൻ അങ്ങനെ ആകും, ഇവൻ ഭയങ്കര സംഭവം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചവരൊന്നും അങ്ങനെ ആയുമില്ല. ഉദ്ദേശിക്കാത്തവരൊക്കെ വേറെ ലെവലിൽ പോകും. അപ്പം ഞാൻ ഈ ഫീൽഡിൽ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്താരയിൽ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളുടെ ഒരു എന്താ പറയണ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ ചില ആൾക്കാർ രക്ഷപ്പെട്ടു, ചില ആൾക്കാർ അതൊക്കെ ആരോ തീരുമാനിക്കുക, ആരോ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥ നമ്മൾ ആടി തീർക്കുന്നു. ഇത് ബാബു ജോസ് കേട്ടെ, ഇത് മറ്റയാൾ കേട്ടെ, അല്ലെങ്കിൽ ഇത് ബൈജൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിതുവരെ തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഒരു ചേട്ടനോടൊരു എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ പറഞ്ഞാൽ ഏതായിരിക്കും പാടുക? അതൊക്കെയാണ് ഈ വിഷയം. ഈ സമയത്ത് ഇവിടെ ചിക്കന്റെ കാലും കണ്ടിട്ട് ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഈ സമയത്ത് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. നിങ്ങളൊക്കെ തിരക്കായി പോവില്ലേ? ഓക്കെ, ഞാൻ 2 പേര് പാടാം. ഒരു പാട്ട് പാടാം. ഡയലോഗ് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടണം. ശരി, അപ്പൊ ഒരു 2 പേര് പാട്ട്. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു, വെറുതെ മറന്നുവോ
മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഭയങ്കര സന്തോഷം. ചേട്ടൻ പറഞ്ഞ പോലെ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാടാൻ കാണിച്ചൊരു മനസ്സിന് ഒരുപാട് അല്ല ഇത് വേറെ സാഹചര്യമാണെങ്കിൽ ഇത് ഫുള്ള് പാട്ട് നന്നായിട്ട് ഞാൻ പാടിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.